അങ്ങനെ പണി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഞാൻ അത് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ച സിനിമയാണ്, പക്ഷേ മിസ് ഔട്ടായിപ്പോയി. അപ്പോൾ OTT ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പം കണ്ടു. അപ്പം ജോർജ് ജോർജിൻ്റെ പടമാണ്. ജോർജ് ജോർജ് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്, ഗിരിയാട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട്. സോ സംഭവം ഫുള്ളൊരു കൊട്ടേഷൻ അങ്ങനത്തെ പരിപാടിയില്ല, റിവെഞ്ച് കൂടാണ് പടം. സിമ്പിളാണ്, കഥയും കാര്യങ്ങളെല്ലാം ഓൾറെഡി ട്രെയിലെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കൊട്ടേഷൻ, അതിന് പുറകെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നല്ല പരിപാടിയാണ്. ആൻഡ് ഈ സംഭവം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ സ്ലാങ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഏകദേശം പൊടിക്കൈകളെല്ലാം നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ആൻഡ് പടം എന്ന് പറഞ്ഞാൽ പക്കാ റിവെഞ്ചാണ്. അതിൻ്റെ ഒരു അഡ്രിനൽ റഷും നമുക്ക് അതിനെ തീർക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ, അത് നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പടം എന്നൊരു കുറച്ച് കയറി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഒരു മണിക്കൂറൊക്കെ എന്താ പറയുക, പമ്പ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുവരെ എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പടം നമ്മളങ്ങ് കണ്ടിരുന്നോളൂ. നല്ലൊരു പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ജോർജ് ജോർജിൻ്റെ ഡയറക്ഷൻ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് പടത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനാണ്. ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു മലയാള സിനിമയിലെല്ലാം കാണാത്ത പോലത്തെ ഒരു നൈസായിട്ടുള്ള പരിപാടി ഇവർ ചെയ്യിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു. നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നല്ല കിട്ടുന്ന സംഭവം തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സാഗർ ചെയ്തൊരു ക്യാരക്ടറാണ്, കിണ്ണം കാച്ചി ക്യാരക്ടറാണ്. ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ വെറുപ്പൊന്നൊരു ക്യാരക്ടർ ഉണ്ടാവില്ല, അമ്മാതിരി സാധനം ചെയ്യിച്ചിട്ടുണ്ട്. ഏതാണ് ലെവല്, ആ ലെവൽ ആക്ടിങ് ആണ്. ആൻഡ് സാഗർ മാത്രമല്ല, ഒപ്പരം ജുനൈസും ഉണ്ട്. ജുനൈസ് എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട്, ഒരു സൈഡ് ക്യാരക്ടറായിട്ട് വരുന്നതാണ് സാഗറിൻ്റെ പരം. ആൻഡ് സാഗറിൻ്റെ ഒരു ലെവൽ പക്ഷേ ജുനൈസിന് എത്താൻ പറ്റില്ലെങ്കിലും നൈസായിട്ട് മൂപ്പർ ചെയ്തിട്ടുണ്ട്. ബട്ട് സാഗർ ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ക്യാരക്ടർ ഉള്ളതിനെ കൊണ്ട് മാത്രം നമുക്കിങ്ങനെ കണ്ടിരിക്കാം, നല്ല സുഖമാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാനറിസം, ആ ഒരു ക്യാരക്ടറിൻ്റെ പരിപാടിയിലുണ്ട്, അടിപൊളിയാണ്. പിന്നെ സിനിമ എനിക്ക് ഓവറായിട്ട് വലിപ്പിക്കലോ കാര്യങ്ങളായിട്ട് തോന്നില്ല. പക്ഷേ ഈ സിനിമേൻ്റെ ഒരു ഹൈ മൂമെൻറ്റ് പോർഷനിലേക്കെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്നുണ്ട് അടുത്ത പോർഷനിലെല്ലാം വരുമ്പോൾ. അവിടെ നമുക്കിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒരു ആസ്വദിച്ച പീക്ക് ലെവൽ ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് കയറി പോകുന്ന മൂഡിലേക്കല്ല ഈ സിനിമേൻ്റെ മൂഡ്. ഒന്നിട്ട് കുറച്ച് ഡൗൺ ആയി, പിന്നെ അപ്പായി ഡൗൺ ആയി, അങ്ങനത്തെ ഒരു സീനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് സിനിമ പോകും. പക്ഷേ എന്നാലും കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ട്. അടുത്തുണ്ടാകുന്ന നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണെങ്കിലും പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആൻഡ് സിനിമ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. 2.5 മണിക്കൂറൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ. കുറച്ച് പോർഷനിൽ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് ഫീൽ ചെയ്തേനെ. അവിടെ സിനിമ ഫുള്ളി നോക്കിയാൽ എനിക്കൊരു ഓക്കേഷ് മൂടാന്ന് സിനിമ തോന്നിയിട്ടുള്ളത്. നൈസ് തന്നെയാണ്, ഒരു വട്ടം കാണാൻ പറ്റില്ല എല്ലാ സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് തൃശ്ശൂർ റിവെഞ്ച് പരിപാടി അങ്ങനത്തെ ഒരു മോഡൽ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മുറാന്നൊരു സിനിമ കണ്ടിരുന്നു, ഒരു കൊട്ടേഷൻ പരിപാടിയിലായിരുന്നു. സോ ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാം. ആൻഡ് ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ക്ലൈമാക്സ് നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു, നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, ഒരു പക്ക ഒരു തീം മ്യൂസിക്കുള്ള, ആ നൈസ് തന്നെയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സിനിമയിൽ. സോ മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു പരിപാടി, പക്ഷേ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നന്നാക്കായെന്ന് തോന്നി. അത്ര ഈ സിനിമയെ പറ്റി പറയാനുള്ളൂ.